Forget your destination. Safia Travels, Batha, Riyadh. മധുരമന്ദഹാസം വിശുദ്ധ വചനമാദ്യമായവതരിച്ച മാസം വിശ്വമാകെ വിശ്വാസം പ്രഭവിതരീവാസം ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പുണ്യമാസം റമദാൻ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യകാല വിശ്വാസികളിൽ ബിലാലിനെ പോലെ മറ്റൊരാളായിരുന്നു അബൂ ഫുഖൈഹത്തുൽ അസ്ദി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പാവപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തെ ഇവർ പീഡിപ്പിച്ചു, വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രം. ആ പീഡനങ്ങളെ അദ്ദേഹം അതിജീവിച്ചു. അദ്ദേഹം വിശ്വാസം പ്രഖ്യാപിച്ചു. അവസാനം അബൂബക്കർ സിദ്ദീഖ് വന്ന് ബിലാലിനെയും അബൂ ഫുഖൈഹത്തുൽ അസ്ദിയെയും അടിമകളായിരുന്നല്ലോ അവർ, വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ആദ്യകാല വിശ്വാസിയായിരുന്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത്. ഇരുമ്പ് പഴുപ്പിച്ച് ഖബ്ബാബ് ഇബ്നുൽ അറത്തിൻ്റെ ശരീരത്തിലും ഗുഹ്യഭാഗങ്ങളിലും വെച്ച് അവർ ചൂടാക്കി പ്രകോപിപ്പിച്ചു. ഖബ്ബാബ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇല്ല, ഈ ആദർശത്തിൽ നിന്ന് മരിച്ചാലും മാറുന്ന പ്രശ്നമില്ല. യാസിർ കുടുംബം ഇവർ പീഡിപ്പിച്ച മറ്റൊരു സമൂഹമായിരുന്നു ആദ്യകാല വിശ്വാസികളിലെ യാസിർ കുടുംബം. യാസിർ കുടുംബത്തിൽ അമ്മാർ, യാസിർ, അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന സഹോദരി ആ പ്രവാചകനിൽ നേരത്തെ വിശ്വസിച്ചവരായിരുന്നു. അടിമയായ ആ പെണ്ണിനെ അവർ ക്രൂരമായി മർദ്ദിച്ചു. അബൂലഹബ് ഒരു ഇരുമ്പിൻ്റെ കുന്തമെടുത്ത് സുമയ്യയെ മണലിലിട്ട് കുത്തിക്കൊന്നു. ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. അമ്മാറിനെയും യാസിറിനെയും അവർ ഇതുപോലെ പീഡിപ്പിച്ചു. മുഹമ്മദ് നബി ഇത് കണ്ടപ്പോൾ അടുത്തു ചെന്ന് പറഞ്ഞു, യാസിർ സബ്രൻ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക. ഫ ഇന്ന മൗഇദക്കും അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് നാളെ. അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷി ഇസ്ലാമിൽ ഈ സുമയ്യ എന്ന സ്ത്രീയായിരുന്നു. അവർ ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ചു. സുഹൈബുർ റൂമി, മിസ്അബ് ഇബ്നു ഉമൈർ പോലെയുള്ള ആദ്യകാല വിശ്വാസികൾ, അവരെയൊക്കെ ഇവർ കഷ്ടപ്പെടുത്തി. മുഹമ്മദ് നബിയെ മാത്രം അവർക്ക് ഈ നിലയ്ക്ക് ശാരീരികമായി പീഡനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. എങ്കിലും മുഹമ്മദ് നബിയെ അവർ വിട്ടില്ല. കഅബാലയത്തിങ്കൽ വന്ന് സുജൂദ് ചെയ്ത് നമസ്കരിക്കുമ്പോൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനെ പോലെയുള്ള ധിക്കാരികളും പ്രമുഖന്മാരുമായ ആളുകൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ വാരിക്കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇട്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരിക്കൽ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട കുടമാലകൾ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാതെയായപ്പോൾ മകൾ ഫാത്തിമ വന്നിട്ടാണ് അത് നീക്കി അദ്ദേഹം സുജൂദിൽ നിന്ന് എഴുന്നേറ്റത്. അങ്ങനെ ഒരുപാട് ആളുകൾ പ്രകോപിപ്പിച്ചു. മുഹമ്മദ് നബി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു. അവസാനം, പടച്ചവനെ, ഈ അക്രമികളായ ആളുകൾക്ക് നീ പകരം ചോദിക്കണമേ. ആ പ്രാർത്ഥിച്ച ആളുകളൊക്കെ തന്നെ ആർക്കു വേണ്ടിയാണോ, ആർക്കെതിരിലാണോ മുഹമ്മദ് നബി പ്രാർത്ഥിച്ചത്, അവരൊക്കെ തന്നെ പിന്നീട് ബദറിൽ കൊല്ലപ്പെടുകയും ദാരുണമായ അന്ത്യമുണ്ടാവുകയും ചെയ്തതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഏതായിരുന്നാലും രഹസ്യമായ പ്രബോധനം ആരംഭിച്ചു. അർക്കമിൻ്റെ വീട് എന്ന് പറയുന്ന ദാറുൽ അർക്കം, സഫാമലയുടെ പിൻഭാഗത്തുള്ള ദാറുൽ അർക്കമിലായിരുന്നു ഇവർ രഹസ്യമായി വന്നിരുന്ന് പ്രബോധനം നടത്തിയതും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് സാധാരണ നിലക്ക് കുറേശ്ശികൾ വന്നെത്താത്ത ഒരു സ്ഥലമായിരുന്നു. രഹസ്യമായ പ്രബോധനം ദാറുൽ അർക്കമിൽ അവർ നടത്തുന്നതോടൊപ്പം മുഹമ്മദ് നബിക്ക് തോന്നി, ഒരിക്കലും ഈ നാട്ടിൽ പാവങ്ങളായ ആളുകൾക്ക് സുരക്ഷിതത്വമില്ല. അദ്ദേഹം ആലോചിച്ചു, അങ്ങ് കടലിനക്കരെ നീഗസ് രാജാവിൻ്റെ എത്യോപ്യയിൽ നജാസി രാജാവ്
ക്രിസ്ത്യാനിയായ ഒരു രാജാവുണ്ട് അവിടെ. അദ്ദേഹം സത്യസന്ധനാണ്, നീതിമാനാണ്, കരുണയുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചാലോ? അങ്ങനെ ഏതാനും ആളുകളെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നബിയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ ഏതാനും ആളുകളെ 12 ആണുങ്ങളും 4 സ്ത്രീകളെയും കൂട്ടി എത്യോപ്യയിലേക്ക് ആദ്യമായി പലായനം ചെയ്യാൻ നബി ആവശ്യപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ ഹിജ്റ പലായനം, വിശുദ്ധ പലായനം എത്യോപ്യയിലേക്കായിരുന്നു പോയത്. എത്യോപ്യയിലെത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്യോപ്യയിലൊരു വിവരം കിട്ടി. മക്കയിലുള്ള ഖുറൈശികളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. സംഭവം വാസ്തവമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൻ്റെ അടുത്ത് ചെന്ന് സൂറത്തുൻ നജ്മ് എന്ന ആ അധ്യായം ഓതുകയായിരുന്നു. വന്നജ്മി ഇദാ ഹവ മാ ളല്ല സാഹിബുക്കും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹ. പ്രാസമൊത്ത വലിയ വലിയ ആശയങ്ങളുള്ള കൗതുകകരമായ ആ ഒരു വചനം ഖുറൈശികൾ അങ്ങനെ കേട്ടിരുന്നു. അവർക്ക് മുഹമ്മദിനോടുള്ള ശത്രുത പോലും മറന്ന്, ആ പരിസരം പോലും മറന്ന് സൂറത്തുൻ നജ്മ് ഓതുന്നത് അങ്ങനെ കേട്ടിരുന്നു. കേട്ട് ആ സൂറത്തിൻ്റെ അവസാനം ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വചനം കേട്ടപ്പോൾ മുഹമ്മദ് നബി സുജൂദ് ചെയ്തു. തിലാവത്തിൻ്റെ സുജൂദാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ 10-15 സ്ഥലങ്ങളിൽ ഒരു സുജൂദ് ചെയ്യാനുണ്ട്. ആ സുജൂദ് മുഹമ്മദ് നബി ചെയ്തപ്പോൾ ഖുറൈശികളും അറിയാതെ സുജൂദ് ചെയ്തു പോയി. ചിലർ മാത്രം മണ്ണെടുത്ത് നെറ്റത്ത് വെച്ചു ധിക്കാരം കൊണ്ട്. എന്നാൽ അധിക പേരും സുജൂദ് ചെയ്തു. ഈ വാർത്ത കേട്ട് തെറ്റിദ്ധരിച്ചതായിരുന്നു എത്യോപ്യയിലേക്ക് പോയ ഉസ്മാൻ ബിൻ അഫ്ഫാനും സംഘവും. ഖുറൈശികൾ വിശ്വസിച്ചു എന്നാണ് അവർ മനസ്സിലാക്കിയത്. ആരോ പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ അവർ തിരിച്ച് മക്കയിലേക്ക് വന്നു. അങ്ങനെ മക്കയിലേക്ക് വന്നു നോക്കുമ്പോഴാണ് സംഭവം ശരിയല്ല, ഇവർ വിശ്വസിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അവർ തിരിച്ച് വീണ്ടും എത്യോപ്യയിലേക്ക് തന്നെ 2ാമത്തെ പലായനം നടത്താൻ തീരുമാനിച്ചു. അവർ പുറപ്പെട്ടു. Worldwide tour packages, all airline ticketing. Forget your destination. Safia Travels, Batha, Riyadh. ആതുര സേവന രംഗത്തെ നന്മയുടെ കയ്യൊപ്പ്, ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വിശ്വാസം. സൺ സിറ്റീസ് പോളി ക്ലിനിക്, ബത്ത, റിയാദ്. അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച ഫാമിലി ക്ലിനിക്കും ദന്തരോഗ വിഭാഗവും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പരിചയസമ്പന്നരായ മലയാളി ഡോക്ടർമാരുടെ സേവനം. ഇക്കാമ, ബലദീയ മെഡിക്കലുകൾക്ക് ഓൺലൈൻ സംവിധാനം. മിതമായ നിരക്കിൽ മികച്ച സേവനം. സൺ സിറ്റീസ് പോളി ക്ലിനിക്, ബത്ത, റിയാദ്. I can't be with my daughter always. Neither can I guide her now. I like this juice. Thank you. Oh, tell everyone how amazing she is. Yes, but I can give her all the comforts she would want in a new life. That's why I gifted her a complete range of Click-On. All she has to do is just a click. Introducing a complete range of quality electronics and home appliances. Click-On. Make it yours. വാർദ്ധക്യത്തിന് ബാല്യത്തിന്റെ ഒരു കൈസഹായം പോലെ സേവനപാതയിൽ വർഷങ്ങളുടെ പാരമ്പര്യവുമായി ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യമാണ്. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 3 പേർക്ക് സിന്ദുബാദ് ടൂർ ആൻഡ് ട്രാവൽസ് കുടുംബത്തോടൊപ്പം ആലപ്പുഴയിൽ ഒരുക്കുന്ന ഉല്ലാസയാത്രയാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഇന്നത്തെ ചോദ്യം: ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ punymasam@gmail.com എന്ന വിലാസത്തിൽ ഇന്ന് തന്നെ ഇമെയിൽ ചെയ്യുക. ഈ ടോർച്ച് കൊണ്ട് 6 വരെ അടിക്കാം. മാഡം, ഈ ടോർച്ച് കൊണ്ട് കറുത്ത വാവിൽ ചന്ദ്രന് വരക്കാം. ഹലോ മേഡം, 6 അടിക്കാൻ പറ്റില്ല, ചന്ദ്രനിൽ പോകാനും പറ്റില്ല. ഈ ടോർച്ച് നിങ്ങൾക്ക് വെളിച്ചം തരും. ക്ലിക്ക് ഓൺ പെർഫെക്റ്റ് ലൈറ്റ്. Innovator of double reflectors and world's largest seller of Alexa series flashlights. Click-On. Make it yours. അന്ന ഡിജിറ്റൽ
ബത്ത റിയാദ്. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത റിയാദ്, സൗദി അറേബ്യ. പുണ്യമാസത്തിലെ പുണ്യഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 യുവ ഗായകരെയാണ്. അവരെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? ഷിഹാബ് അരിക്കോട്. അവിടെ ഷാൻ പെരുമ്പോർ. ഞാൻ റിയാദിൽ അൽബത്തനിയ ഡിസ്ട്രിബ്യൂഷനിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 7 വർഷമായി വന്നിട്ട്. ഷാൻ എത്ര വർഷമായി? ഞാൻ കുറച്ചധികമായി, 18 വർഷത്തോളമായി. ഫാമിലി ഒക്കെ? ഫാമിലി ഇപ്പോൾ ഇവിടെ ഉണ്ട്. കുട്ടികൾ എത്ര പേരാണ്? കുട്ടികൾ 3 പേര്. ഇനി നമുക്ക് ഷാന്റെ ഒരു പാട്ടിലേക്ക് പോകാം. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ടു. അറിവിന്റെ കേദാരഭൂമി കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ടു. അറിവിന്റെ കേദാരഭൂമി കണ്ടു. പതിമക്കത്താ കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താ കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെന്റെ കൽവിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെന്റെ കൽവിൽ കണ്ടു. ഇനി നമുക്ക് ഷിഹാബിന്റെ വിശേഷത്തിലേക്ക് പോകാം. ഫാമിലിയൊക്കെ? ഫാമിലി ഇല്ല, നാട്ടിൽ തന്നെ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണ്. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിച്ചു. കുട്ടികളൊന്നും? കുട്ടികൾ ചെറിയൊരു കുട്ടി, ചെറിയ 8 മാസമായി. 8 മാസമായി. ആശിർ മുഹമ്മദിൻ ആഗമനം കണ്ട് അസിരങ്ങൾ പൂത്ത അൻസാരികൾ ഹക്കവൻചാറ്റൽ റസൂലെന്നറിഞ്ഞപ്പോൾ ചൊല്ലുന്നു യാ നബിയേ സലാം. പൊക്കിൽ കോടി ബന്ധം വെട്ടി മുറിച്ചിട്ട മക്കം നബിയെ പിന്തള്ളുമ്പോൾ പൊട്ടാത്ത സ്നേഹത്തിൻ ഹൃദയത്താൽ മദീന മൊഴിയുന്നു യാ നബിയേ സലാം. ഉത്തമർ സത്യസ്വരൂപൻ മുഹമ്മദും ഉറ്റ ചങ്ങാതിയാം സിദ്ദീഖുൽ അക്ബർ പരതി നടക്കും കുഫ്രിൻ കൺവെട്ടിച്ച് പരലോക ജീവിത സൗഖ്യത്തിൽ
മുത്തേ കാംക്ഷിച്ച് സാഹസപ്പെട്ടുകൊണ്ട് ഇരുപേരും സൗറിൽ ഒളിക്കുന്നുണ്ട്. ഉറ്റോരുടയോരും നാട്ടുകാരെല്ലാരും കാട്ടിയ കൊടിയൊരു ഹീലത്ത് ഉള്ളിൽ നീരച്ചപ്പോൾ ചെമ്മലർ ത്വാഹാവിൽ താങ്ങാനാവാത്ത മുശകത്ത്. Forget your destination. Safia Travels, Batha, Riyadh.